ഹൻസി. മറക്കരുത് ഈ 41 ഹിന്ദുവിരുദ്ധ തീരുമാനങ്ങളും പ്രസ്താവനകളും. 1. തന്ത്രിപ്പണിയേക്കാൾ നല്ലത് തോട്ടിപ്പണിയാണ്. ജി സുധാകരൻ. 2. ശബരിമലയിൽ പ്രവേശിക്കാൻ ഏത് യുവതി വന്നാലും പോലീസ് സംരക്ഷണം കൊടുക്കും. പിണറായി വിജയൻ. 3. അയ്യപ്പനും മാളികപ്പുറവുമായുള്ള കല്യാണം കഴിഞ്ഞു. എം സ്വരാജ്. 4. ഞങ്ങൾ വിചാരിച്ചാൽ ശബരിമലയിൽ എത്ര സ്ത്രീകളെ വേണമെങ്കിലും കയറ്റാം. എം മണി. 5. ശബരിമലയിൽ എത്രയോ തവണ സ്ത്രീകൾ കയറി നിങ്ങൾ കാണാനിട്ട. എം മണി. 6. ഒറ്റ തവണ സ്ത്രീ കയറിയാലേ ഹർത്താലുള്ളോ? രണ്ടാമതും പെണ്ണുങ്ങൾ കയറിയാൽ വേണ്ടേ? പിണറായി. 7. ശരണം വിളിയല്ല നാമജപം. ശരണം വിളി അനുവദിക്കാൻ പറ്റില്ല. പിണറായി. 8. നവോത്ഥാനത്തിന്റെ ഭാഗമായി ഇസ്ലാമിലേക്ക് മതമാറ്റം നടത്തുക. KN കുഞ്ഞമുഹമ്മദ് CPM. 9. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പുനർപരിശോധന ഹർജിക്കും പോകില്ല. പിണറായി. 10. സ്ത്രീകൾ ഈറനോടെ അമ്പലത്തിൽ പോകുന്നത് നഗ്നത പ്രദർശിപ്പിക്കാനാണ്. KP ശ്രീമതി. 11. തെറിജപമാണ് ശബരിമലയിൽ നടക്കുന്നത്. തോമസ് ഐസക്. 12. ശബരിമലയിൽ യുവതികളെ കയറ്റിയതുപോലെ പള്ളി വിഷയത്തിൽ CPM നിലപാട് എടുത്തിട്ടില്ല. തോമസ് ഐസക്. 13. ചിദാനന്ദപുരി സ്വാമിയുടെ അച്ഛന് വിളിച്ചത്. CPM അംഗം. 14. സരസ്വതി ദേവിയെ നഗ്നയാക്കി വരച്ചത്. SFI. 15. പ്രളയ ദുരിതത്തിന്റെ ഭാഗമായി എല്ലാ ക്ഷേത്രങ്ങളും നിർബന്ധമായും സംഭാവന നൽകണമെന്ന് പറഞ്ഞത്. പിണറായി സർക്കാർ. 16. പമ്പ നിലയ്ക്കൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. പിണറായി സർക്കാർ. 17. പാർത്ഥസാരഥി ക്ഷേത്രം പോലീസ് പിന്തുണയോടെ പിടിച്ചെടുത്തത്. പിണറായി സർക്കാർ. 18. 50,000-ഓളം കേസ് അയ്യപ്പ ഭക്തർക്കെതിരെ ചാർജ് ചെയ്തത്. പിണറായി സർക്കാർ. 19. ശബരിമലയിൽ അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനുള്ള അവകാശം നിഷേധിച്ചത്. പിണറായി സർക്കാർ. 20. അമ്മമാരുടെ തലയ്ക്ക് ലാത്തിക്കടിച്ചത്. പിണറായിയുടെ പോലീസ്. 21. അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവില്ല. MA ബേബി. 22. കാലടിയിൽ യുവതി പ്രവേശനം പ്രതീകാത്മകമായി നടത്തിയത്. SFI. 23. അമ്പലത്തിന് മുൻപിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയത്. DYFI. 24. പത്മനാഭസ്വാമി ക്ഷേത്രം പിടിച്ചെടുക്കുവാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. പിണറായി സർക്കാർ. 25. ശ്രീകൃഷ്ണ ജയന്തി പ്രവൃത്തി ദിവസമാക്കാൻ ശ്രമിച്ചത്. പിണറായി സർക്കാർ. 26. ശിവരാത്രി പ്രവൃത്തി ദിവസമാക്കാൻ ശ്രമിച്ചത്. പിണറായി സർക്കാർ. 27. NSS കാണിക്കുന്നത് തെമ്മാടിത്തരം, അത് ഞങ്ങളോട് വേണ്ട. കോടിയേരി ബാലകൃഷ്ണൻ. 28. ശ്രീനാരായണ ഗുരുവിനെ തൂക്കിലേറ്റി പ്രദർശിപ്പിച്ചത്. CPM. 29. ഗുരുദേവ മന്ദിരത്തിന്റെ ചുവരിലും തിണ്ണയിലും പാർട്ടിയുടെ പേരെഴുതി അലങ്കോലമാക്കിയത്. CPM. 30. സന്യാസിമാരുടെ ആസനത്തിൽ ഗദ കയറ്റണം. ജി സുധാകരൻ. 31. പത്മനാഭന്റെ സ്വത്ത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല ന്യൂനപക്ഷക്കാർക്കും അവകാശപ്പെട്ടതാണ്. ജമീല പ്രകാശം. 32. മിലാദ സ്വാമി ക്ഷേത്രം തകർത്ത് എയർപോർട്ട് പണിയാൻ ശ്രമിക്കുന്നത്. പിണറായി സർക്കാർ. 33. ശബരിമലയിൽ തിരുപ്പതി മോഡൽ നടപ്പാക്കും. പിണറായി വിജയൻ. 34. ശബരിമലയിലേത് പ്രാകൃതമായ ആചാരങ്ങൾ. പിണറായി വിജയൻ. 35. ശുദ്ധികലശം ചെയ്ത തന്ത്രിക്കെതിരെ കേസ് കൊടുത്തത്. പിണറായി സർക്കാർ. 36. ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്ന് പോലീസിന് 8 കോടി രൂപ കൊടുക്കാൻ ആവശ്യപ്പെട്ടത്. പിണറായി സർക്കാർ. 37. 8 മണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്തനും ശബരിമലയിൽ നിൽക്കാൻ പാടില്ലെന്ന് ഉത്തരവിട്ടത്. പിണറായി സർക്കാർ. 38. ശബരിമലയിൽ പോകാൻ പോലീസ് പാസ് വാങ്ങണമെന്ന് പറഞ്ഞത്. പിണറായി വിജയൻ. 39. സന്നിധാനത്ത് വെച്ച് അയ്യപ്പ ഭക്തനെ കയ്യേറ്റം ചെയ്തത്. പിണറായിയുടെ പോലീസ്. 40. കല്യാണവേദിയിൽ പോലും അടിവസ്ത്രം കാണിച്ചു വരുന്നവരാണ് പൂജാരികൾ. ജി സുധാകരൻ. 41. അഴിഞ്ഞാട്ടക്കാരികളായ പെണ്ണുങ്ങളെ മല ചവിട്ടിച്ചതും ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കയറ്റിയതും. പിണറായി. ഇതിൽ രാഷ്ട്രീയമല്ല, മറിച്ച് നമ്മുടെയെല്ലാം വിശ്വാസത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചവിട്ടി മതിച്ചവരോടുള്ള അമർഷം മാത്രം.